മലനിരകളിലാണ് വമ്പൻ പദ്ധതി നടപ്പാക്കുന്നത്. 2.2 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവുള്ള പദ്ധതി പ്രദേശത്ത് നിർമ്മിക്കുന്ന ആദ്യ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. ഹബ്തൂർ ലിങ്ടൺ ഗ്രൂപ്പിനാണ് 206 മുറികളുള്ള ഹോട്ടലിന്റെ നിർമ്മാണ ചുമതല. $30 ദശലക്ഷം നിർമ്മാണ കരാർ. കടലിന് അഭിമുഖമായി ഇത്തരം 2 പഞ്ചനക്ഷത്ര ഹോട്ടലുകളാണ് സരയ ബന്ദർ ജിസയിൽ നിർമ്മിക്കുക. ആഡംബര വിവാഹങ്ങളും സമ്മേളനങ്ങളും കായിക പരിപാടികളും സംഘടിപ്പിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാകും. ജുമൈറ ഗ്രൂപ്പിനാണ് ഹോട്ടലുകളുടെ നടത്തിപ്പ് ചുമതല. 110 മുറികളുള്ള ബുട്ടീക്ക് ഹോട്ടൽ ഉൾപ്പെടുന്ന നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം 2017 പൂർത്തിയാകും. മലമുകളിലെ 398 ആഡംബര വില്ലകളും മറ്റു ടൗൺഷിപ്പ് സൗകര്യങ്ങളുമടക്കം 2020 സരയ ബന്ദർ ജിസ അവസാനഘട്ടം പൂർത്തിയാക്കുക. ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. 21ാമത് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് ദുബായിൽ തുടക്കമായി. വിനോദസഞ്ചാര രംഗത്തെ വികാസവും കുതിപ്പും രേഖപ്പെടുത്തുന്ന ATMൽ ഇന്ത്യൻ കമ്പനികളും സജീവ സാന്നിധ്യമായാണ് ഇത്തവണയും അറിയിക്കുന്നത്. കഴിഞ്ഞ 12 മാസത്തിൽ മേഖലയിൽ കൈവരിച്ച വികസനത്തെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറുകൾ, ശില്പശാലകൾ, ചർച്ചകൾ, ബിസിനസ് അവസരങ്ങൾ എന്നിവയും അരങ്ങേറും. ഇത്തവണ 120-ലേറെ കമ്പനികൾ ആദ്യമായി പങ്കെടുക്കുന്നവയാണ്. പ്രദർശനക്കാരുടെ എണ്ണത്തിൽ 1 വർഷം കൊണ്ട് 8% വളർച്ചയാണ് കൈവരിച്ചത്. ഇന്ത്യൻ പവലിയന്റെ ഭാഗമായി കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ സജീവ സാന്നിധ്യമാണ് മേളയിലുള്ളത്. ഇന്ത്യൻ ടൂറിസം രംഗത്തിന് ഉണർവായി പോയ വർഷത്തേക്കാൾ ഇത്തവണ സന്ദർശകരുടെ എണ്ണത്തിൽ 12% വളർച്ച പ്രതീക്ഷിക്കുന്നതായി ടൂറിസം വകുപ്പ് മേളയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇന്ത്യയിലെ ഉദാരമായ വിസ വ്യവസ്ഥകൾ വിദേശ സന്ദർശകർ ഉപയോഗപ്പെടുത്തണമെന്ന് UAEയിലെ ഇന്ത്യൻ സ്ഥാനപതി TP സീതാറാം പറഞ്ഞു. അനുയോജ്യമായ വിസ തിരഞ്ഞെടുക്കാൻ സന്ദർശകർക്ക് ബോധവൽക്കരണം വേണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സന്ദർശകരുടെ എണ്ണത്തിലും ഇത്തവണ റെക്കോർഡ് സൃഷ്ടിക്കുമെന്ന് സംഘാടകർ അവകാശപ്പെട്ടു. വിദേശത്ത് നിന്നടക്കം ഈ മേഖലയിലെ 21,000-ലേറെ പ്രൊഫഷണലുകൾ മേളയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ടൂറിസം മേഖലയിൽ 157 രാജ്യങ്ങളിൽ നിന്ന് സന്ദർശകരെത്തും. ദുബായ് എക്സ്പോ 2020 പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യത്തെ ATM അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമുള്ളതാണ്. അറേബ്യൻ ട്രാവൽ മാർട്ട് ഈ മാസം 8 വരെ നീണ്ടുനിൽക്കും. മീഡിയ 1, ദുബായ്. പ്രമുഖ കണ്ണട നിർമ്മാതാക്കളായ പോലീസ് കമ്പനിയുടെ നെയ്മർ ജൂനിയർ കളക്ഷൻ കണ്ണടകൾ ദോഹയിൽ പുറത്തിറക്കി. അൽദാർ ഒപ്റ്റിക്കൽ ഗ്രൂപ്പാണ് ദോഹയിലെ വിതരണക്കാർ. ഡെറി വിഷ്ണുമായി സഹകരിച്ച് പോലീസിന്റെ പുതിയ മോഡലുകൾ അൽദാർ മാത്രമാണ് പുറത്തിറക്കുന്നത്. അൽദാർ ഒപ്റ്റിക്സ് പ്രസിഡന്റ് മസൂദിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ കമ്പനിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. 2022 ലോകകപ്പ് ഫുട്ബോളിനൊരുങ്ങുന്ന ഖത്തറിൽ ഫുട്ബോളിലെ പുതിയ ഇതിഹാസം നെയ്മറിന്റെ പേരിലുള്ള ഗ്യാസ് കളക്ഷൻ പുറത്തിറക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് അൽദാർ ഒപ്റ്റിക്സ് ഖത്തർ റീജിയണൽ മാനേജർ ഇമാൻ താലിബ് പറഞ്ഞു. അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് മേള ജനശ്രദ്ധയെ ആകർഷിക്കുന്നു. ദുബായ് ട്രാവൽ ടൂറിസം മേഖലയിൽ നടത്താനിരിക്കുന്ന മുന്നേറ്റത്തിന്റെ സൂചനകൾ മുന്നോട്ട് വയ്ക്കുന്ന മേള ഇന്ത്യയിലെ ടൂറിസം സാധ്യതയും വ്യക്തമാക്കുന്നു. എക്സ്പോ 2020 ഒരുങ്ങുന്ന ദുബായ് ട്രാവൽ ടൂറിസം മേഖലയിൽ നടത്താനിരിക്കുന്ന മുന്നേറ്റത്തെക്കുറിച്ച സൂചനകളാണ് അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് മേള നൽകുന്നത്. മേളയുടെ 2ാമത്തെ ദിവസം വൻ ജനാവലിയായിരുന്നു ട്രേഡ് സെന്ററിലേക്ക് എത്തിയത്. ഇന്ത്യയിലെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തുവാൻ നിരവധി സ്ഥാപനങ്ങൾ എത്തിയിട്ടുണ്ട്. ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന ടൂറിസം മന്ത്രാലയത്തിന്റെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് അറബ് മേഖലയിൽ നിന്നുൾപ്പെടെയുള്ള സഞ്ചാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇന്ത്യൻ ടൂറിസം രംഗത്തേക്കുള്ള വൻ സാധ്യതകൾ അറബ് ട്രാവൽ മാർക്കറ്റ് തുറക്കുന്നുണ്ടെന്ന് ഇറം ഗ്രൂപ്പ് മേധാവി ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് പറഞ്ഞു. ഇന്നത്തെ ATM കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പങ്കാളിത്തവും നല്ല രീതിയിലുള്ള ഒരു ക്രൗഡും കാണുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി കണക്കൂട്ടുകയാണെങ്കിൽ ഇതിൽ നിന്ന് നല്ലൊരു ശതമാനം ഇന്ത്യയിലേക്കുള്ള ടൂറിസം, അതിൽ കേരളത്തിലേക്ക് നല്ലൊരു പങ്കുണ്ടായിരിക്കും. ITL വേൾഡ് പുതിയ നിരവധി പദ്ധതികൾ ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ITLന്റെ ഹെഡ് ഓഫീസ് ദുബായിലേക്ക് മാറ്റുകയാണ്. അടുത്ത മാസം മാറും. അതോടുകൂടി തന്നെ അത് മാറുന്നതോടുകൂടി തന്നെ അത് ITLന് വേണ്ടി 3 പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയിൽ ടൂറിസം മേഖലയിൽ സ്ഥിരതയുള്ള വളർച്ചയാണെന്നാണ് റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ നരേന്ദ്രമോദി സ്വന്തം ജാതി പറഞ്ഞ് വോട്ട് തേടുന്നു. ജാതി രാഷ്ട്രീയത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് അടുത്തതോടെയാണ് മോദി തന്ത്രം മാറ്റുന്നത്. മോദിയുടേത് തരംതാണ രാഷ്ട്രീയമാണെന്ന പ്രിയങ്കയുടെ ആരോപണത്തിന് താൻ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങളെന്നായിരുന്നു മോദിയുടെ പ്രതികരണം. പ്രിയങ്ക ഗാന്ധിയുടെ ആരോപണങ്ങളെ പ്രതിരോധിക്കുവാൻ സ്വന്തം ജാതിയെ കൂട്ടുപിടിക്കുന്നത് മോദിയുടെ മറ്റൊരു പ്രീണനമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. അമേഠിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പ്രിയങ്കയ്ക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ മോദി ശക്തമായ വിമർശനം നടത്തിയിരുന്നു. തന്റെ കുടുംബത്തെ പരിഹസിച്ചുകൊണ്ടുള്ള മോദിയുടെ പ്രചരണം തരംതാണ രാഷ്ട്രീയമാണെന്ന് പ്രിയങ്ക തുറന്നടിച്ചു. എന്നാൽ താൻ താഴ്ന്ന ജാതിയിലാണ് പിറന്നത്, അതുകൊണ്ടാണ് തന്റെ രാഷ്ട്രീയത്തെ തരംതാണതായി പരിഹസിക്കുന്നത് എന്ന് മോദി ട്വീറ്റ് ചെയ്തതോടെ പ്രിയങ്ക മോദി വാക്പോര് ജാതി രാഷ്ട്രീയത്തിലേക്ക് വഴിമാറി. അതേ തരംതാണ രാഷ്ട്രീയം രാജ്യത്തെ 60 വർഷത്തെ രാഷ്ട്രീയ അപജയത്തിൽ നിന്ന് രക്ഷിക്കുമെന്നും മോദി ട്വീറ്റ് ചെയ്തു. മോദിക്ക് പിന്തുണയുമായി മറ്റ് BJP നേതാക്കളും രംഗത്തെത്തി.
അതേസമയം പ്രിയങ്കയെ അനുകൂലിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ RJD നേതാവ് ലാലു പ്രസാദ് യാദവും രംഗത്തെത്തി. BJPയുടെ രാഷ്ട്രീയം വർഗീയതയിൽ അധിഷ്ഠിതമാണെന്നും അതിന് മേൽജാതി കീഴ്ജാതി വ്യത്യാസമില്ലെന്നുമാണ് ലാലുവിന്റെ പ്രതികരണം. ये कम्युनलाइज करना चाहता है सोसाइटी को. हिंदू सोसाइटी, हिंदुत्व का नारा दो, भगवान का फोटो दिखाओ अपने साथ में. बिल्कुल ये तो नॉन लोग है, कोई नई चीज थोड़ी है लोगों के लिए. വരും ദിവസങ്ങളിൽ മോദി തുറന്നുവിട്ട ജാതി രാഷ്ട്രീയവും സജീവ ചർച്ചയാകുമെന്നുറപ്പ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഈ വിഷയം ഇന്ന് ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് പരിശോധിക്കുന്നു. രാഷ്ട്രീയ നിരീക്ഷകൻ ഷാജഹാൻ മാടമ്പാട്ട്, അദ്ദേഹം അബുദാബിയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഫ്രണ്ട്സ് ഓഫ് BJP ദുബൈയിലെ പ്രതിനിധി രമേശ് TR, ഒപ്പം ഇടത് സാംസ്കാരിക പ്രവർത്തകൻ രാജൻ ജോസഫ് എന്നിവരും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം രമേശിലേക്ക്. ശ്രീ രമേശ്, തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ ഒരുപാട് തന്ത്രങ്ങൾ ഇതിനു മുമ്പ് നാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രം, ശ്രീരാമന്റെ ചിത്രമുള്ള വേദിയിൽ ശ്രീരാമന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്നതാണോ? അല്ല, താങ്കളുടെ റിപ്പോർട്ടർ പറഞ്ഞതിൽ തന്നെ കുറെ മിസ്മാച്ചിങ് ഉണ്ട്. അതായത് നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തതല്ല അദ്ദേഹം പറഞ്ഞത്. രണ്ടും നിങ്ങൾ തന്നെ ഒരു കൺക്ലൂഷനിലെത്താണ്. ശ്രീ നരേന്ദ്രമോദി കാസ്റ്റ് ബേസ് വോട്ട് മേടിക്കുന്നു, ചോദിക്കുന്നു, അഥവാ അതിനെപ്പറ്റി പറയുന്നു എന്നുള്ളത്. ഇന്നത്തെ ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസംഗം എന്തായിരുന്നു? ശ്രീ നരേന്ദ്രമോദി അതായത് നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ പറയുന്ന ഒരു വാക്കാണ് നീച്ച് രാജ്നീതി എന്നാണ് അവർ കോൺഗ്രസിന്റെ ഒരു നേതാവ് ഉപയോഗിച്ചത്. നീച്ച് എന്ന് ഉപയോഗിക്കുന്നത് സാധാരണ നോർത്ത് ഇന്ത്യയിൽ ലോവർ കാസ്റ്റിനെ പറ്റി പറയുമ്പോഴാണ് സാധാരണയായി ഉപയോഗിക്കാറുള്ള ഒരു വാക്ക്. അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്. ശ്രീ നരേന്ദ്രമോദി ആ 1 മണിക്കൂർ നിന്ന പ്രഭാഷണത്തിൽ ഇന്ന് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഒരു കഷ്ണം മാത്രം അടർത്തെടുത്താണ് നിങ്ങൾ ഈ പറയുന്നത്. ഇന്ന് അദ്ദേഹം ചോദിച്ചത് എന്താണ്? ഞാൻ ഒരു താഴ്ന്ന ജാതിയിൽ ജനിച്ചത് എന്റെ തെറ്റാണോ? വളരെ ന്യായമായ ഒരു ചോദ്യമാണ്. ഞാൻ ചായക്കടക്കാരന്റെ മകനായി ചായ വിറ്റ് നടന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് എന്റെ ഒരു തെറ്റാണോ? അദ്ദേഹം ചോദിച്ച ഈ 2 വാല്യുബിൾ പോയിന്റ് ഉണ്ട്. അതേപോലെ അദ്ദേഹം ഇതേവരെയുള്ള ഇലക്ഷനിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം ഡെവലപ്മെന്റ് ആണ്. അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്ട്രി, നമ്മളൊക്കെ അറിയാം, ഇന്ത്യയുടെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്ററെ ഒരിക്കലും കൈകാര്യം ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയോ ശ്രീ നരേന്ദ്രമോദിയോ അല്ല. ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് വന്നിരിക്കുന്നതാണ് ഗുജറാത്ത് ലാൻഡ് അക്വിസിഷൻ മോഡൽ ഈസ് ദ ബെസ്റ്റ് മോഡൽ. ഒരു തവണ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞതാണ്. ഇപ്പോൾ വീണ്ടും കോൺഗ്രസ് ഭരിക്കുന്ന കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്ട്രി പോലും അത് അംഗീകരിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ഡെവലപ്മെന്റിനെ മുൻനിർത്തി കറപ്ഷനെതിരെ ശ്രീ നരേന്ദ്രമോദിയും ഭാരതീയ ജനതാ പാർട്ടിയും മുന്നോട്ട് നീങ്ങുമ്പോൾ അദ്ദേഹം ചെയ്തിരുന്ന തൊഴിലിനെ അപഹസിക്കുകയും അദ്ദേഹം ജനിച്ച ജാതി പറഞ്ഞ് അപഹസിക്കുകയും ചെയ്യുമ്പോൾ അതേ നാണയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും അതേ നാണയത്തിൽ ശ്രീ നരേന്ദ്രമോദിയും ഞാൻ തിരിച്ചു വരാം താങ്കളേക്ക്. ശ്രീ ഷാജഹാൻ മാടമ്പാട്ട്, നരേന്ദ്രമോദിക്കെതിരെയുള്ള ചെറിയ അപകീർത്തിക്ക് അതേ നാണയത്തിലുള്ള ഒരു തിരിച്ചടി, അത് മാത്രമാണോ ഇത്തരം പ്രസ്താവനകളിലൂടെ നരേന്ദ്രമോദി ലക്ഷ്യം വെക്കുന്നത്? ശ്രീ ഷാജഹാൻ മാടമ്പാട്ട്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ, പ്രിയങ്കയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു പരാമർശം, ആ പരാമർശത്തിനുള്ള മറുപടി, ആ ഒരു മറുപടി എന്നുള്ളത് കൊണ്ട് മാത്രമാണോ നരേന്ദ്രമോദി ഇത്തരം പ്രസ്താവനകളിലൂടെ ഉന്നം വെക്കുന്നത്? റൈറ്റ്, ഞാൻ തിരിച്ചു വരാം താങ്കളേക്ക്. രാജൻ ജോസഫ് ഉണ്ട്, ഇടത് സാംസ്കാരിക പ്രവർത്തകൻ. ശ്രീ രാജൻ ജോസഫ്, നരേന്ദ്രമോദിയുടെ ഒരുപാട് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ നാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ജാതി പറയുകയും ശ്രീരാമന്റെ പേര് പറയുകയും അത്തരത്തിലുള്ള പ്രചാരണ തന്ത്രങ്ങൾ വേദികളിൽ ഉപയോഗിക്കുന്നത്. ഏത് രീതിയിലായിരിക്കും ഇത് ഇനി തെരഞ്ഞെടുപ്പ് രംഗത്ത് മാറാൻ പോകുന്നത്? ഈ വിഷയത്തെ കാണുമ്പോൾ ഇതൊരിക്കലും പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള സ്വാഭാവികമായ ഒരു പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള പ്രതികരണം എന്ന രീതിയിൽ ചെറുതായി കാണാൻ കഴിയില്ല. മറിച്ച് വളരെ ബോധപൂർവമായി ജാതി മാർക്കറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ശ്രീ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അവസാന മുസ്ലിമിനെയും സംരക്ഷിക്കുമെന്നും ഇക്കാലം വരെയുള്ള ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സാമൂഹികമായ പിന്നോക്കാവസ്ഥയ്ക്കും സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയ്ക്കും കാരണം കോൺഗ്രസ് ആണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ നമ്മളെല്ലാം അമ്പരിപ്പിക്കുന്ന രീതിയിൽ ഒരു മാനസാന്തരം വന്ന വ്യക്തിയെ പോലെ മോഡി രംഗത്ത് വന്നിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ
രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ സാമൂഹികവും മതപരവുമായിട്ടുള്ള സവിശേഷതകൾ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം അത്രയും നാൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി അണിഞ്ഞിരുന്ന ആട്ടിൻ തോൽ ഊരി വെച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് പുതിയ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം മോഡിയുടെ ജാതിയല്ല ഇവിടെ വിഷയം, മറിച്ച് മോഡി ഒരു ടൂളാണ്. മോഡി ഏത് ജാതിക്കാരനായി ജനിച്ചു എന്നതിനേക്കാളപ്പുറം, മോഡി ചായക്കടക്കാരന്റെ മകനായി ജനിച്ചു എന്നുള്ളതിനേക്കാളപ്പുറം മോഡി ഏത് ജാതി വ്യവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. സംഘപരിവാരം നിർമ്മിച്ചെടുത്ത മെയ്ഡ് ബൈ സംഘപരിവാരാണ് മോഡി എന്ന് പറയുന്ന വ്യക്തി. സംഘപരിവാരം നിർമ്മിച്ചെടുത്ത ഒരു മനുഷ്യനാണ് മോഡി എന്ന് പറയുന്ന മനുഷ്യന്റെ വ്യക്തിത്വം. ഒരു മെഷീന്റെ ദൗത്യമാണ് അദ്ദേഹം കുറെ കാലങ്ങളായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വൈകാരികതയും ഇല്ലാതെ ഒരു യന്ത്ര മനുഷ്യനെ പോലെയാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കേഡർ എന്നുള്ള രീതിയിൽ നിന്ന് മാറി അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്കപ്പുറത്തേക്ക് വളരാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ആ ഒരു മാറ്റത്തിന്റെ എല്ലാ സൂചനകളും അദ്ദേഹത്തിന്റെ ഭാഷയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ ഇപ്പോൾ ഒരു ഏകാധിപതിയുടെ എല്ലാ ഭാവങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുതിയ സഹസ്രാബ്ദത്തിലെ ഹിറ്റ്ലർ ആണ് ഞാൻ എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. നാസർ എന്ന പ്രേക്ഷകനുണ്ട് ഇപ്പോൾ. നാസർ പറഞ്ഞോളൂ. ജാതി രാഷ്ട്രീയമാണ് BJPയുടെ അജണ്ട. അതെല്ലാ ജനങ്ങൾക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ നെഹ്റു കുടുംബത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ഇപ്പോൾ ഓരോ സ്റ്റേറ്റിനനുസരിച്ചുള്ള ഒരു പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ശക്തമായി ജനങ്ങൾ പ്രതികരിക്കും. ആ പ്രതികരണം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വരുന്ന ഓരോ തെരഞ്ഞെടുപ്പുകളിലും അതിന് ശക്തമായ പ്രതികരണം നടന്നുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി നാസർ. ശ്രീ രമേശ് TR, ഒരുപക്ഷെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മണ്ഡലങ്ങളിൽ അവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം എടുത്തു പരിശോധിച്ചാൽ അവിടെ അത് മനസ്സിലാകും എത്രമാത്രം നിർണായകമാണ് ജാതീയ ശക്തികളെന്ന്. അവിടെയാണ് നരേന്ദ്രമോദിയെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. അത് വെറും പ്രതിരോധത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും? അത്തരത്തിലുള്ള വിലയിരുത്തലുകളല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്നായാലും മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നായാലും ഉണ്ടാകുന്നത്. മറ്റ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലം മുതൽ നരേന്ദ്രമോദി സ്വീകരിച്ചിരുന്ന പ്രചാരണ തന്ത്രങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും ഒടുവിലെത്തതാണ് ഇത്തരത്തിൽ ജാതി പറഞ്ഞ് വോട്ട് നേടാനുള്ള ഒരു ശ്രമം എന്നുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകുന്നുണ്ട്. അതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, വിലയിരുത്തൽ താങ്കളുടെ ആണോ എന്നും അത് മീഡിയ വണ്ണിന്റെ ആണോ എന്നും എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം വേറെ ആരും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം പറഞ്ഞ് ഞാൻ കേട്ടില്ല. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. എന്തായാലും ശ്രീ രാജൻ ജോസഫ് പറഞ്ഞ വിഷയവും താങ്കൾ പറഞ്ഞ വിഷയം, അദ്ദേഹം ഏകാധിപതിയാവുന്നു, അദ്ദേഹം ഹിറ്റ്ലർ ആവുന്നു, ഇത്തരത്തിൽ ബാഹ്യമായി കുറെ എന്തൊക്കെയോ കൂട്ടിക്കലർത്തി കറപ്ഷനെതിരെ പൊരുതാനായി ഇന്ത്യയിൽ ഒരു നല്ല ലീഡർഷിപ്പ് ഉണ്ടാവാൻ പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനായി ചില ആളുകൾ കൽപ്പിച്ചുകൂട്ടി ഇടതുപക്ഷരെന്നും വലതുപക്ഷരെന്നും രണ്ട് ചേരിയിൽ നിന്നുകൊണ്ട്, എന്നാൽ അവരെല്ലാം ഒരു പക്ഷത്താണ് എന്ന് നിലയുറപ്പിച്ചുകൊണ്ട് ഇവിടത്തെ കുത്തക മുതലാളിമാർക്ക് വേണ്ടി ഇടതുപക്ഷക്കാരൻ പോലും ഇന്ന് സംസാരിക്കുന്ന ടോണാണ് രാജൻ ജോസഫിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇന്ത്യയിൽ ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി അഥവാ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ ഗുജറാത്തിലാണ്. നമുക്കറിയാം ഒരു ചെറുകിട വ്യവസായ സ്ഥാപനമാണ് ഇവിടുത്തെ കുത്തക മുതലാളിമാർക്കെതിരെ പ്രതികരിക്കുവാനായി ഏറ്റവും സന്നദ്ധരായി വരുന്നത്. അത്തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ കേരളം പോലെയുള്ള ഇടതുപക്ഷത്തിന് ശക്തമുള്ള സംസ്ഥാനങ്ങളിൽ, വെസ്റ്റ് ബംഗാൾ പോലെ ഇടതുപക്ഷത്തിന് മുഖ്യമായ സ്ഥാനമുള്ള സ്ഥലങ്ങളിൽ അധപ്പതിക്കുകയും അവിടെ ഇല്ലാതായി മാറിയിരിക്കുകയുമാണ്. എന്നാൽ മറിച്ച് ഗുജറാത്തിലെ ഡെവലപ്മെന്റിനെ നോക്കൂ, അവിടെ ഇത്തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ, അത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വളരെയധികം കൂടുകയാണ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ 2 വർഷത്തെ ഡാറ്റ മാത്രം പരിശോധിച്ചാൽ നമുക്ക്